ഉണക്കക്കൊഞ്ച് വെച്ച് ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഇതുപോലെ എന്നും ഉണ്ടാക്കൂ. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. അതിനായിട്ട് തല കളഞ്ഞ് കുറച്ച് കൊഞ്ച് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് മൂത്ത് പോവല്ലേ. ഇനി അത് വറുത്ത് കോരി അതേ എണ്ണയിൽ കുറച്ച് ചതച്ച കൊച്ചുള്ളിയും വേപ്പിലയും ലേശം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വാട്ടിയെടുക്കണം. മഞ്ഞൾപ്പൊടി ലേശേ ആകാവൂ, ഒരുപാട് കൂടി പോവരുത്, കയ്പുണ്ടാവും. ഇനി അതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത ഉണക്കമുളക് ഇട്ട് അങ്ങോട്ട് ഇളക്കണം. മുളക് ക്രഷ് ചെയ്യാൻ നോക്കിയിട്ട് ക്രഷായില്ല, അതുകൊണ്ട് അത്യാവശ്യം ചതഞ്ഞ് കിട്ടിയതുപോലെ അതിലേക്ക് ഇട്ടു. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു 2 കൈപ്പിടി തേങ്ങയിട്ട് നന്നായിട്ട് കൂട്ടി ഇളക്കി മിക്സാക്കി തേങ്ങയുടെ പച്ചപ്പ് മാറുമ്പോഴേക്കും വറുത്ത് വെച്ച കൊഞ്ചും ഇട്ട് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി മിക്സാക്കണം. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴേക്കും മിക്സി ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കണം. സംഗതി റെഡി. ചൂട് ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഒന്നുകൂടി കിടക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണെന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.